ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഞാനിവിടെ CPM-ൻ്റെ പ്രതിനിധി ശ്രീ വസീഫ് പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ആർക്കെതിരെയും ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ അത് ആരായാലും നടപടി ഉണ്ടാകും എന്നാണ് വസീഫ് പറഞ്ഞത്. അവിടെ വരെ ശരിയാണ്. അതിൻ്റെ കൂടെ ചില കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. എക്സെപ്റ്റ് ADGP, P. ശശി തുടങ്ങിയവർ. അപ്പോൾ ADGPക്കും P. ശശിക്കുമെതിരായി എന്ത് ആരോപണം വന്നാലും എന്ത് അന്വേഷണം വന്നാലും അന്വേഷിക്കാനേ പോകുന്നില്ല. ഒരു അന്വേഷണവും P. ശശിക്കെതിരെ ഇല്ല എന്ന് ഇന്നലെ അസന്നിഗ്ധമായി മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളെല്ലാം കേട്ടതാണ്. മുഖ്യമന്ത്രി ചിരിച്ചും കളിച്ചുമൊക്കെ മാധ്യമപ്രവർത്തകരോട് പതിവില്ലാത്ത രീതിയിൽ ലോഹ്യത്തിലാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. പക്ഷേ P. ശശിക്കെതിരായിട്ടുള്ള ചോദ്യം വന്നപ്പോൾ, P. ശശിക്ക് അനുകൂലമായ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നപ്പോൾ അദ്ദേഹം പഴയ പിണറായി വിജയനാകുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു, P. ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവുമില്ല. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് P. ശശി. P. ശശിയെ പാർട്ടി നിയോഗിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. എല്ലാ ചാനലുകളും ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ എല്ലാ പത്രമാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ P. ശശിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ PV അൻവർ തുടക്കത്തിൽ നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം SP-ക്കെതിരായി അദ്ദേഹം കൂടി പങ്കെടുത്ത പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രതികരണം നടത്തി. തുടർന്ന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പോവുകയോ അവിടെ തടയുകയൊക്കെ ചെയ്തു. അതിനടുത്ത ദിവസം റോഡിൽ വന്ന് കുത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം മലപ്പുറം SP-ക്കെതിരെ തുടങ്ങി, പിന്നീട് മലപ്പുറം മുൻ SP പത്തനംതിട്ട SP-ക്കെതിരെ പറഞ്ഞു, അതിനുശേഷം ADGP-ക്കെതിരെ പറഞ്ഞു, പിന്നീട് P. ശശിയിലേക്ക് എത്തി. അടുത്തത് സ്വാഭാവികമായും P. ശശി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ പടിപടിയായി അദ്ദേഹത്തിൻ്റെ ആരോപണം അതിൻ്റെ മൂർച്ചയും കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. ആ ആരോപണങ്ങളെല്ലാം ഒന്നിനൊന്ന് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ, കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. അവിടെ അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി കൊടുത്തു. മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് 40 മിനിറ്റോളം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ അസന്ദിഗ്ധമായി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ 5 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും സംസാരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പരാതി തന്നു, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു വിട്ടു, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു വിട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാം. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അൻവർ കീഴടങ്ങിയെന്ന്. തൊട്ടടുത്ത ദിവസം അൻവർ വീണ്ടും അസ്വസ്ഥനായി, ഞാൻ ഒരു കീഴടങ്ങലിനുമില്ല, ഞാൻ പ്രതികരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും പരാതിയുമായി സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു. നോക്കൂ, ആ അവസരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, അല്ലേ? നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാ. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞതാണ്, PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെങ്കിൽ ആ ആരോപണങ്ങൾ ഉള്ളതാണ് P. ശശിക്കെതിരായിട്ടുള്ള ആരോപണവും, അല്ലേ? അങ്ങനെ P. ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഗൗരവമുള്ളതാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം വസീഫ് ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന CPM-ൻ്റെ ഔദ്യോഗിക പാനലിസ്റ്റുകൾ ആരും പിന്നീട് ചർച്ചയ്ക്ക് വരാതായി. ഇന്നലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടത്തി. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ ആരോപണങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല. P. ശശിക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ ഒരു കാര്യവുമില്ല. അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹം സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ ഞാൻ സംതൃപ്തനാണ്, ഒരു നടപടിയും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചു. പിന്നീടോ ADGP-ക്കെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആരോപണം. ADGP-ക്കെതിരായിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, അന്വേഷിച്ച് കണ്ടെത്താം, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണ റിപ്പോർട്ടില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ RSSൻ്റെ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് വേണ്ടത്? RSS നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവിടുത്തെ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP, RSS നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് ഇടതുപക്ഷ സർക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങളുടെ ആവശ്യം, തീരുമാനമാണ് ആവശ്യം. അല്ല, പക്ഷെ മുഖ്യമന്ത്രിക്ക് അതിലൊരു കൃത്യമായ ധാരണയുണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, അത് അങ്ങനെ പറയാൻ പ്രതിപക്ഷ നേതാവ് പറയാൻ കാരണം അത്തരത്തിലൊരു ചരിത്രം പ്രതിപക്ഷത്തിന് അവകാശപ്പെടാനുള്ളതാണ് എന്ന് ജയറാം പടിക്കലിന്റെ ആത്മകഥ അടക്കം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് നിങ്ങളെ ആക്രമിക്കുന്നു. അദ്ദേഹം 1977 കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചത് ആരുടെയൊക്കെ പിന്തുണയോടെയാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. ആ സന്ദർഭത്തിൽ
മാത്രമല്ല തനിക്ക് ആരുടെയും ഇത്തരത്തിൽ പോലീസുകാരുടെ സേവനം ആവശ്യമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഷാജ് കിരൺ പോയി കണ്ടിരുന്നല്ലോ സ്വപ്ന സുരേഷിനെ പാലക്കാട് വെച്ച്. ഷാജ് കിരൺ കാണാൻ പോകുമ്പോൾ, സ്വപ്ന സുരേഷിനെയും കൂട്ടാളിയെയും കാണാൻ പോകുമ്പോൾ അവിടെ ഷാജ് കിരൺ പറയുന്നുണ്ടല്ലോ, ഞാൻ വന്നത് ADGPയുടെ വിജിലൻസ്, അന്ന് വിജിലൻസ് ADGP ആണ് ആര്, നമ്മുടെ എം ആർ അജിത് കുമാർ. ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നേ. എം ആർ അജിത് കുമാർ അവിടെ ആ ഷാജ് കിരൺ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഷാജ് കിരണിന്റെ ഫോണിലേക്ക് ഒന്നിലധികം തവണ ഈ ADGP വിളിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. ADGPയും ഷാജ് കിരണുമായിട്ട് എന്തായിരുന്നു ബന്ധം? ആർക്ക് വേണ്ടിയാണ് ഷാജ് കിരൺ പോയിട്ടുള്ളത്? ആ അന്വേഷണം എന്തായി മധു? അതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. അതിനുശേഷമാണല്ലോ അദ്ദേഹത്തെ 1-2 ആഴ്ചത്തേക്ക് മാറ്റി നിർത്തിയത്. ആ അന്വേഷണം എവിടെ എത്തി? അതിന്റെ റിപ്പോർട്ട് എവിടെ? അന്വേഷിക്കാൻ തീരുമാനിച്ചല്ലോ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തല്ലോ. അതിനെക്കുറിച്ച് കേരളീയ സമൂഹത്തിന് അറിയണ്ടേ? അവിടെ ആർക്ക് വേണ്ടിയാണ് പോയത്? അവിടെ പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടിയാണ് അല്ലേ? അവിടെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി വന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അന്ന് പോയതെന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ആളിനെ സൂപ്പർ DGP ആയി ഇവിടെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയി വെക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന് ആ നടപടിയിലൂടെ, ആ ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിന് മേൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പറയാൻ കഴിയുന്നത് താൻ ആരുടെയും സഹായം സ്വീകരിച്ചില്ല, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് താൻ ഉപയോഗിച്ചിട്ടില്ല എന്ന്? പച്ചക്കള്ളമല്ലേ? ഇല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എവിടെ? അന്വേഷണ റിപ്പോർട്ട്. അപ്പോൾ ആ രീതിയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇവരുടെയൊക്കെ സംരക്ഷണം, അവസാനിപ്പിച്ചോട്ടെ. ആ സംരക്ഷണം ADGPക്കും മാത്രമല്ല, P ശശിലിന് മാത്രമല്ല, ആ സംരക്ഷണം PV അൻവറിൽ നിന്നും കൂടി ഉണ്ടായാലേ മുഖ്യമന്ത്രിക്ക് നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് PV അൻവറിനോട് ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത്, ഇനിയെങ്കിലും പത്രപ്രസ്ഥാനം നടത്തിക്കളയത് എന്ന് പറഞ്ഞ് ദയനീയമായി താണ് വീണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇവിടെ വസീവ് പറയുന്നത് ഞങ്ങളുടെ നടപടിക്രമം അങ്ങനെയാണെന്ന്. നോക്കൂ, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം, സമയം തന്നില്ല കുഴപ്പമില്ല. ഇവിടെ ആശയപരമായ വ്യത്യാസത്തിന്റെ പുറത്ത് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പാർട്ടി വിട്ടുപോയതിന്റെ പേരിൽ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയ പാർട്ടിയാണ് പറയുന്നത് ഞങ്ങൾ PV അൻവറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, താണ് വീണ് അപേക്ഷിക്കുകയാണ്, ഇനി മേലാൽ ഞങ്ങൾക്കെതിരായി പത്രസമ്മേളനം നടത്തരുത് എന്ന് പറയുന്ന ഗതികേടിലേക്ക് CPM പോയെങ്കിൽ പിന്നെ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? അദ്ദേഹം 2020 കഴിഞ്ഞ മാസം ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുവരെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ അതുകൂടെ നമുക്ക് അങ്ങ് അന്വേഷിച്ച് കളയാം എന്ന് LDF യോഗത്തിൽ പറഞ്ഞതായി നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. RSS നേതാവിനെ കണ്ട അന്ന് തന്നെ, അല്ലെ തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഇന്റലിജൻസിൻ്റെയും റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മുൻവശം വന്നപ്പോൾ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? എന്തിനാ പോയതെന്ന് അന്വേഷിച്ചിരുന്നോ? എവിടെയാണ് പോയതെന്ന് അന്വേഷിച്ചിരുന്നോ? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷിച്ചിരുന്നോ? അന്വേഷിക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. പിന്നെ പലപ്പോഴും ചർച്ചകൾ വന്നിരിക്കുമ്പോൾ സുരേഷ് പറയുന്നൊരു വാചകമുണ്ട്, നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ RSSന്റെ നേതാക്കന്മാരെ കാണുന്നതിൽ എന്തിനാ ബുദ്ധിമുട്ട് എന്ന് സുരേഷ് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇന്ന് വസീഫിൻ്റെ വായിൽ നിന്ന് വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒക്കച്ചങ്ങായിമാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വേണമെങ്കിൽ മാധുവിന് ഒന്നുകൂടെ റീപ്ലേ ചെയ്യാം. ഇവിടെ വസീഫ് ചോദിക്കുന്നു, RSS നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ, അത് കാണുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന കൗതുകം മാത്രമാണ് ഇവിടെ ഉള്ളത്.